ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ട്രാപ്പ് ബ്ലൗസ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ബ്ലൗസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ പ്രിൻസസ് കട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ബ്രോക്കേഡ് മെറ്റീരിയലിലാണ്. ബ്രോക്കേഡ് മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ മെറ്റീരിയൽ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ നീളവും വീതിയും കണക്കാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഈ മെറ്റീരിയലിന് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് ആവശ്യമായ ലെങ്ത് 14 ഇഞ്ചസ് ആണ്. അതിനോടൊപ്പം ഒരു 1 ഇഞ്ച് കൂടി ചേർത്ത് 15 ഇഞ്ചസ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എക്സസ് ഉള്ള മാർജിൻ ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഒറിജിനൽ ഫാബ്രിക്കിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉൾഭാഗം പുറമേക്ക് മടക്കിയിട്ട് ഉൾഭാഗത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5.5 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ വേണ്ടത്. നോർമൽ ബ്ലൗസിന് 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. സ്ലീവ്ലെസ് ആയത് കാരണം നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ലെങ്ത് തന്നെയാണ് നമ്മൾ ആം ഹോളിൻ്റെ ഡെപ്തായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 6 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഷോൾഡറിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മളൊരു ചെറിയ ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 32 ഇഞ്ചസ് ആണ് ടോട്ടൽ. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8 ഇഞ്ചും പ്ലസ് ഒരു 1 ഇഞ്ച് ഫ്രണ്ടിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ടും പ്ലസ് ഒരു 2 ഇഞ്ച് മാർജിനും ചേർത്ത് 11 ഇഞ്ച് ഞാൻ ടോട്ടലായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചസ് ആണ്. 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 ഇഞ്ച് വരുന്നുണ്ട്. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ഒരു 1.5 ഇഞ്ച് പ്രിൻസസ് കട്ടിങ്ങിന് വേണ്ടി പോവും, അതും മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ഒരു 2 ഇഞ്ച് നോർമൽ മാർജിനും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ രണ്ട് മാർക്കുകളും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. നെക്ക് വിഡ്ത്ത് വേണ്ടത് 6 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ആരോ ഷേപ്പിലുള്ള നെക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 4.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ഡെപ്ത് വേണ്ടത് 6 ഇഞ്ചസ് ആണ്. അതും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൽ നിന്ന് ബസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് വരെയാണ് ടക്ക് ലെങ്ത് വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3.5 ഇഞ്ച് വേസ്റ്റ് ലൈനിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആം ഹോളിന് വരച്ചിരിക്കുന്ന ഈ ബോക്സിൻ്റെ 1/2 ഇഞ്ച് പുറമേക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബസ് പോയിന്റിൽ നിന്ന് ഈ ഒരു ലൈനിലേക്ക് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ടക്ക് പോയിന്റിൽ നിന്ന് വേസ്റ്റ് ലൈനിലെ മാർക്കിങ്ങിലേക്കും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് ബാൻഡ് ഇല്ലാത്ത പ്രിൻസസ് കട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ സെൻറ്ററിലെ ലൈനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈക്വൽ ആയിട്ട് നമുക്ക് ആ പ്രിൻസസിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്താൽ മതിയാവും. പക്ഷേ ഇവിടെ ഈ ബ്ലൗസിന് കുറച്ച് നീളമുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് ലെങ്ത് ബ്രാ ലൈനിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രമാണ് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതായത് ഈ സെൻറ്ററിലെ ലൈനിൽ നിന്ന് സൈഡിലേക്ക് 1.5 ഇഞ്ചാണ് നമ്മൾ ആ ഷേപ്പ് കൊടുക്കുന്നത്. അതുപോലെ മുകളിലേക്ക് 1.5 ഇഞ്ച് ആ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്താണ്. അത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ വളച്ചിട്ട് മുകളിലേക്ക് വരയ്ക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്ന ലൈൻസ് തമ്മിൽ ഇങ്ങനെ ഒന്ന് ചെറിയ വളവോടുകൂടി നമുക്ക് ഒരു കർവ് ഷേപ്പ് ചെയ്തു കൊടുക്കാം. ഇതിൻ്റെ ആം ഹോൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് 2 ലൈനായിട്ട് ഇങ്ങനെ വരച്ചെടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇനി ആം ഹോളിന് വേണ്ടി വരച്ചിരിക്കുന്ന ഈ ബോക്സിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈൻ കണക്കാക്കിയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പ് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മാർക്കിംഗ് അനുസരിച്ചിട്ട് ആം ഹോളും നെക്കും മാർജിനും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ വേസ്റ്റ് ലൈനിലേക്ക് ജോയിൻ്റ് ആവുന്ന 1.5 ഇഞ്ചും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്കിലേക്ക് വേണ്ടിയിട്ടും ഞാൻ ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ അയൺ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പോർഷനിലായിട്ട് ഒരു 1/4 ഇഞ്ച് ഞാൻ വിട്ടതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് ഇതിന് മുകളിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ നെക്ക് വിഡ്ത്തും ഷോൾഡറിൻ്റെ വിഡ്ത്തും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷോൾഡറിൻ്റെ മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ 6 ഇഞ്ച് താഴെയായിട്ട് വേറൊരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹുക്കിന് വിട്ട ഭാഗം കഴിഞ്ഞിട്ട് ഉള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്.
ഇവിടെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് മാർജിൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഹുക്കിനുള്ള മാർജിൻ വിട്ടതിന് ശേഷം 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് ബാക്കിൽ 2 ടക്ക് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. പ്ലസ് 2 ഇഞ്ച് നോർമൽ മാർജിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കുമ്പോൾ ഫ്രണ്ടിന് നമ്മൾ 1 ഇഞ്ചാണ് ഈ ഒരു ലൈൻ ഇട്ടതെങ്കിൽ ഇവിടെ 1.5 ഇഞ്ചാണ് ഈ ഒരു കോർണർ ലൈൻ ഇടുന്നത്. ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെക്ക് വിഡ്ത്ത് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാർക്കിൽ നിന്ന് 7 ഇഞ്ച് താഴേക്കാണ് നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ സെൻറ്ററിലെ ഡെപ്ത്ത് വരുന്നത് 8 ഇഞ്ചസ് ആണ്, അതും ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സെമി സ്ക്വയർ ആൻഡ് റൗണ്ട് നെക്ക് ഷേപ്പാണ് കൊടുക്കുന്നത്. മാർക്കിംഗ് അനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് അനുസരിച്ചിട്ട് ലൈനിങ്ങും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ലൈനിങ്ങും മുകളിലത്തെ പീസുകളും സെപ്പറേറ്റ് ആണ് ജോയിൻ്റ് ആക്കാൻ പോകുന്നത്. ഇവിടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 തുണിയുടെയും ശരിക്കുള്ള ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമുക്ക് ഈ നെക്ക് ലൈനും ആം ഹോളിൻ്റെ ആ ഒരു കർവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിലെയും മെറ്റീരിയലിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നെക്ക് ലൈനും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് ലൈനും ആം ഹോളും ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ലൈനിങ്ങിൻ്റെയും ശരിക്കുള്ള മെറ്റീരിയലിൻ്റെയും സ്റ്റിച്ചസൊക്കെ ഈക്വലാക്കി വെച്ചിട്ട് വേണം പ്രസ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇതുപോലെ തന്നെ ബാക്കിലും നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ റിവേഴ്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം 2 ബ്രൊക്കേഡിൻ്റെയും റൈറ്റ് സൈഡുകൾ ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു ആം ഹോളിനുള്ളിലേക്ക് നമ്മളെ ഫ്രണ്ടിലെ പീസ് ഇൻസേർട്ട് ചെയ്തിട്ട് ഷോൾഡേഴ്സ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഷോൾഡേഴ്സ് ഞാൻ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ്സിനൊക്കെ എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു സീം അലവൻസ് ഒന്നും പുറത്തേക്ക് കാണത്തില്ല. ഇനി ബാക്ക് പോർഷനും ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലുള്ള എക്സ്ട്രാ മാർജിനൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഇവിടെ ഹുക്കും അയും ഫിറ്റ് ചെയ്യുമ്പോൾ 1/4 ഇഞ്ചസ് അവിടെ ഒന്ന് പോവും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 1/2 ഇഞ്ച് വീതം ബാക്കിൽ ടക്കിടാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെൻറ്റർ പോർഷനിൽ നിന്ന് സൈഡിലേക്ക് ഒരു 3 ഇഞ്ചിലേക്കും ഓരോ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഒരു ടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ പ്രിൻസസ് ജോയിൻ ചെയ്ത ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മളൊരു എക്സ്ട്രാ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് നോർമലി നമ്മുടെ ആ ഒരു പ്രിൻസസ് ജോയിൻ്റ് ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എക്സസ് സൈഡിലേക്ക് വരുന്നുണ്ടാവും. അത് ബാക്കിലെ ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി വേസ്റ്റ് ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നീളത്തിൽ ഒരു ബാൻഡും പിന്നിലത്തേക്ക് 2 ചെറിയ ബാൻഡുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് പുറത്തൊരു സപ്പോർട്ട് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് ഹെമ്മിങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ബാൻഡ് അറ്റാച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് മെഷീൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹുക്കിനും ഐക്കും വേണ്ടിയിട്ടുള്ള പോർഷൻസും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് വേണ്ടത് 32 ആണ്. 32ൻ്റെ പകുതി 16 വരുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് വേണ്ടത് 28 ആണ്. സൈഡിൽ നിന്ന് 2 ഇഞ്ചസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് 28 തന്നെ ഉണ്ട്. ഇനി ഈ 2 സൈഡ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കിംഗ് അനുസരിച്ചിട്ട് ഒരു 3-4 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ എക്സ്ട്രാ വരുന്ന 2 പോർഷൻസ് ഞാൻ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയത് കാരണം മാർജിൻസ് പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സൈഡ് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.